ജാതി സെൻസസ് അനിവാര്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച പൊതുസംവാദം വ്യത്യസ്ത നിലപാടുകളുടെ അവതരണ വേദിയായി. ജാതി സെൻസസ് അനിവാര്യമെന്ന് ദളിത്, കോൺഗ്രസ്, CPI പ്രതിനിധികൾ നിലപാടെടുത്തപ്പോൾ നേരത്തെ എതിരായിരുന്നുവെങ്കിലും ഇപ്പോൾ തങ്ങളുടെ നിലപാടും ജാതി സെൻസസിന് അനുകൂലമെന്ന് BJP പ്രതിനിധിയും പറഞ്ഞു. നിലവിലെ ജാതി സംവരണം തുടരുന്നതിലും മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% ഉപസംവരണം ഏർപ്പെടുത്തിയതിലും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് 12% സംവരണം നൽകുന്ന വിഷയത്തിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് പ്രഭാഷകർ തമ്മിലുണ്ടായത്. അംബേദ്കറൈറ്റ് ചിന്തകനും എഴുത്തുകാരനുമായ K. സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ജയ, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KS സുധീർ ബേബി എന്നിവർ പ്രഭാഷണം നടത്തി. കോഴിക്കോട് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു മോഡറേറ്ററായിരുന്നു. KC ഹരിദാസ്, C മുകുന്ദൻ, അനീഷ് ഹാറൂൺ റഷീദ്, PP സുബ്രഹ്മണ്യൻ, MA ബാബു, KC ജയൻ, കരീം K പുറം, അരുൺ ഗായത്രി, VK ശ്യാമളൻ എന്നിവർ സംസാരിച്ചു. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സർക്കാർ രൂപമല്ല എന്നും അത് രണ്ടും മനുഷ്യരുടെ ജീവതത്വമാണെന്നും രണ്ട് മനുഷ്യർ തമ്മിലുള്ള കൊടുക്കുവാങ്ങലുകളാണെന്നും അവിടെ സഹോദര്യമാണ് വർക്ക് ചെയ്യേണ്ടതെന്നും പറയുന്ന ഒരു തത്വത്തിലേക്ക് ഡോക്ടർ BR അംബേദ്കർ എടുത്തത് അതുകൊണ്ടാണ്. രണ്ട് മനുഷ്യർ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സർക്കാർ രൂപമല്ല, അത് വ്യത്യസ്ത ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു എന്താ പറയുക സംയോജിത ജീവിത രീതിയാണ്. ശക്തമായിട്ടുള്ള OBC വിഭാഗമാണ്. എത്രയോ OBC വിഭാഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ഈഴവ കമ്മ്യൂണിറ്റി ഒഴിയോ വോട്ട് വേണ്ടിയാണ് എല്ലാവരും. BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും ഈഴവ വോട്ട് വേണ്ടിയാണ്. അവർ 20% പോപ്പുലേഷൻ. ഈ ഉന്നോക്ക വിഭാഗങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ജനസംഖ്യ ഒന്നിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പിന്നോക്കക്കാർ എത്ര, മുന്നോക്കക്കാർ എത്ര എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കിയിട്ടില്ല. ഹിന്ദു എന്ന ഒറ്റ ക്യാപ്ഷനിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്? പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ കബളിപ്പിക്കാനുള്ള സൂത്രല്ലേ? തിരിച്ചിട്ടുള്ള ലിസ്റ്റ് വന്നാൽ വളരെ വ്യാജമായി കെട്ടി ചമച്ചൊരു ഹിന്ദു ബോധ്യമായിരിക്കും തകരാൻ പോകുന്നത്. അതിനാൽ തന്നെ അത് തകർന്നാൽ ഇന്ത്യയിൽ പിന്നെ BJPക്ക് ഒരു സ്കോപ്പുമില്ല. അതുകൊണ്ടാണ് അവർ ജാതി സെൻസസിനെ എതിർക്കുന്നത് എന്ന് സംഖ്യയെ ഒരു ആശയമണ്ഡലത്തിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകാൻ പോകുന്ന പരിമിതികളെ വെച്ചുകൊണ്ടാണ് ചർച്ച എടുക്കുന്നത്. സംവരണം നടപ്പിലാക്കിയിട്ട് 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും SC, ST പിന്നോക്ക വിഭാഗങ്ങൾക്ക് സമസ്ത മേഖലകളിലും ആനുപാതിക പ്രാതിനിധ്യവും പങ്കാളിത്തവും ലഭിക്കാത്ത വിഷയത്തിൽ പരസ്പരം പഴിചാരി തടിയൂരുവാനുള്ള പ്രഭാഷകരുടെ ശ്രമങ്ങളെ ശ്രോതാക്കൾ ഇടപെട്ട് ചോദ്യം ചെയ്യുകയുമുണ്ടായി. സമ്പത്തും അധികാരവും നമ്മൾ ഇന്ന് മുന്നോട്ടക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. അവർക്ക് ഇന്നും അന്ന് അവർക്ക് പരിപൂർണ്ണ സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ സംവരണം ഈ 40 ശേഷം നമ്മൾ സംവരണം ചെയ്യുവാനല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രശാന്തി ഈഴവൻ, നിങ്ങളുടെ സിനിമാ മേഖലയിലെ ഈഴവൻ, പ്രശാന്തി ഈഴവൻ ഈ ജാതി ഭിന്നനിഷ്ഠ സിനിമ ഇറക്കി. ആ സിനിമ ഇറക്കിയത് നാട്ടുകാരെ പൈസ മേടിച്ചിട്ടാണ്. മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലാണ് അവർക്ക് രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് BJPയുടെ അടവും തന്ത്രമാണ്. പക്ഷേ വസ്തുത എല്ലാവരും കഴിയില്ല. ആളെ നിന്ന് തൃശ്ശൂർ വരെ പോകുമ്പോൾ 5 പട്ടികജാതിക്കാരുടെ വീടുകൾ മാത്രമേ റോഡ് സൈഡിലുള്ളൂ. വെറും 5 പേര്. അത് 5 പേര് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ അവിടെ കണ്ടു ഒരു കനാലിന്റെ അറ്റത്ത് ഒരു വേച്ച് കെട്ടിയ, കുറച്ച് വേച്ച് കെട്ടിയ, കുറച്ച് ഓല കെട്ടിയ, അതല്ല. നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള വീടുകൾ എന്ന് പറയുന്ന രീതിയിൽ 5 വീടുകൾ മാത്രമാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് തൃശ്ശൂരിൽ നിന്ന് മാവളിക്കുമിടയിൽ വന്നത്. കാലത്ത് അടുപ്പത്ത് കല വെച്ച് കത്തിച്ചിട്ട് അതിന്റെ സൈഡിൽ കൊണ്ടുവന്നത് കാലം. കാരണം ആ തീരെ ചൂടുകൊണ്ട് ഈ കലത്തിലെ വെള്ളം കൂടി ചൂടായിക്കൊണ്ടെന്ന് വിചാരിച്ചാണ്. ആ ഒരു പ്രാധാന്യമാണ് ഈ SC, ST വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ പ്രസംഗിച്ച എല്ലാ പ്രസ്ഥാനക്കാരും
നാളെ പ്രസംഗിക്കാതിരിക്കുന്നവരും ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അവർ ചെയ്യാൻ പോകുന്നത്. ഗാന്ധി എന്ന സിനിമ വന്നതിന് ശേഷമാണ് ഇന്ത്യക്കാർക്ക് ഗാന്ധിയെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അത്തരം ഒരു ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ അത്തരം ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം അത്രയും ആത്മീയതയിലും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്തും മോദിക്ക് കേരളത്തിൽ പറഞ്ഞു, എന്ത് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അധികാരവും സമ്പത്തും നിലനിർത്താനും കേന്ദ്രീകരിക്കാനും കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക്